നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 20 ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള നമ്പറുകളും നക്ഷത്രങ്ങളും രാശികളും ലഗ്നവും അതുപോലെ തന്നെ കോമ്പിനേഷൻ നമ്പറുകളും ഭാഗ്യസമയം, ലോട്ടറി എടുക്കാനും മുഹൂർത്തമുണ്ട്. ഓക്കെ, അതുപോലെ ഭാഗ്യനിറം, ഇതെല്ലാമാണ് ഇതിൽ പറയുന്നത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ലോട്ടറി റിസൾട്ട് മാർച്ച് 18 DL 44 എന്ന് പറയുന്ന ഭാഗ്യക്കുറിയുടെ, ധനലക്ഷ്മി ഭാഗ്യക്കുറിയുടെ റിസൾട്ടിൽ ഞാൻ പറഞ്ഞിട്ടുള്ള നമ്പറുകളൊക്കെയാണ് വന്നത്. 1 കോടി, 1000 2000 രൂപയല്ല, 1 കോടി ഞാൻ പറഞ്ഞ നമ്പറിനാണ് അടിച്ചേക്കുന്നത്. അതായത് ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല, മിക്കവാറും എല്ലാ ദിവസവും, മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ അതിലൊരു 15 ദിവസവും ആദ്യത്തെ 3 സമ്മാനങ്ങളിൽ ഞാൻ പറഞ്ഞ നമ്പറുകളുടെ കോമ്പിനേഷൻസാണ് വരുന്നത്. ഡയറക്റ്റ് അതാണെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഇപ്പോൾ ഈ DL ധനലക്ഷ്മി 44 മാർച്ച് 18 നറുക്കെടുത്ത ടിക്കറ്റിന് ഒന്നാം സമ്മാനം 1 കോടി, 1 ലക്ഷമല്ല, 1 കോടി അടിച്ചേക്കുന്നത് 925315 എന്ന നമ്പറിനാണ്. ഓക്കെ, ഇതിൽ ഈ 5193, ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും പറയുന്നത് 5198 ഈ 5198 രണ്ടാമത് നിൽക്കുന്ന നമ്പറാണ് 5193. അതിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുകയാണ്. 9 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്, 1 ഉണ്ട്. ഓക്കെ, അത് അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നതേ ഉള്ളൂ. പക്ഷേ 1 കോടി സമ്മാനം അടിച്ചിരിക്കുകയാണ്. 5193യുടെ കളിയാണ് ഈ 1 കോടിയിൽ വന്നിരുന്നത്. അതുകൂടാതെ ഈ 5198 ഞാൻ എല്ലാ ദിവസവും പറയുന്നുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് പറയുന്ന നമ്പർ അതാണ്, 5198. അതിൻ്റെ കളി വന്നിട്ടുണ്ട്. അത് എല്ലാ ദിവസവും ഈ 5198ൻ്റെ കോമ്പിനേഷൻസ്, ഈ 5198 എന്ന് പറയുമ്പോൾ അതേ പാറ്റേണിൽ വരുമെന്നല്ല ഞാൻ പറയുന്നത്, അത് തിരിഞ്ഞു മറിഞ്ഞു വരും. അതായത് 4 അക്ക സംഖ്യ 5198ൻ്റെ 24 കോമ്പിനേഷനുണ്ട്. അതിൽ ഇന്നലെ അടിച്ച നമ്പർ എന്ന് പറയുന്നത് 8915 ആണ്. അതിന് 500 രൂപയുണ്ട്. ഓക്കെ, അപ്പോൾ അത് 5198ൻ്റെ ഒരു കോമ്പിനേഷനാണ്. വേറൊരു കോമ്പിനേഷനും കൂടെ പറയാം, 5189. ഓക്കെ, 5198ൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ ഈ ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല, മിക്കവാറും 30 ദിവസത്തിൽ 29 ദിവസവും ഈ 5198ൻ്റെ കളി വരുന്നുണ്ട്. 5198ൻ്റെ 24 കോമ്പിനേഷൻസിന് ഏതെങ്കിലും ഒരു സമ്മാനം, ഒരു 100 രൂപയെങ്കിലും അടിച്ചിരിക്കും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. അപ്പോൾ 5198ൻ്റെ കോമ്പിനേഷൻ വരുന്നത് എടുക്കുക. ഓക്കെ, അത് തന്നെ ഞാൻ പറഞ്ഞു. 1 കോടി അടിച്ചേക്കുന്നത് 5193 എന്നും പറഞ്ഞല്ല അടിച്ചേക്കുന്നത്. 9 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്, 1 ഉണ്ട്. ഓക്കെ, 5193യുടെ കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു 500 രൂപയുടെ ഒരു സമ്മാനം അടിച്ചേക്കുന്നു, 8915. ഞാൻ പറഞ്ഞ കോമ്പിനേഷൻ തന്നെ. ഓക്കെ, പിന്നെ ഇന്നലെ ഞാൻ ഈ പൊതുവായിട്ട് എല്ലാ ദിവസവും പറയുന്ന കോമ്പിനേഷൻ നമ്പറുകളെ കൂടാതെ 4 കോമ്പിനേഷൻ നമ്പർ പറഞ്ഞിരുന്നു. അതിൽ ആദ്യം പറഞ്ഞത് 9183, 9183 ആണ്. ഇവിടെ 9381 വന്നു, അല്ല 9381. അതായത് ഞാൻ പറഞ്ഞ കോമ്പിനേഷൻ നമ്പർ ഇതാണ്, 9183. അതിൻ്റെ 24 കോമ്പിനേഷന് സാധ്യതയുണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു കോമ്പിനേഷന് 500 രൂപ അടിച്ചിട്ടുണ്ട്, 9381. ഇതുകൂടാതെ ഞാൻ എപ്പോഴും പറയുന്ന, പൊതുവായിട്ട് എപ്പോഴും പറയുന്ന ഒരു നമ്പറുണ്ട്, 4792. അതിൻ്റെ കളി 500 രൂപ അടിച്ചിട്ടുണ്ട്, 9472.
അതായത് 47-92 24 കോമ്പിനേഷനിൽ ഒരെണ്ണമാണ് ഈ 94-72. ഓക്കെ, 500 രൂപ 3 വീണിട്ടുണ്ട്. പിന്നെ 100 രൂപ 2 വീണിട്ടുണ്ട്. ഞാൻ പൊതുവായിട്ട് പറയുന്ന നമ്പറാണ് 40-38. ഓക്കെ, ഇതിവിടെ 04-38 100 രൂപയുണ്ട്. ഓക്കെ, പിന്നെ 5193 വേറൊരു കോമ്പിനേഷൻ 100 രൂപ അടിച്ചിട്ടുണ്ട്. 3591. ഇതെല്ലാ ദിവസവും സംഭവിക്കുന്നതാണ്. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇടുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാ ദിവസവും എത്രയോ ദശാബ്ദങ്ങളായിട്ട്, ഞാൻ ഒരു 40-45 വർഷമായിട്ട്, എൻ്റെ 17ാമത്തെ വയസ്സ് തൊട്ട്, ഇപ്പോൾ 63 അതിൻ്റെ 17ാമത്തെ വയസ്സ് തൊട്ട് ലോട്ടറി അടിക്കുന്ന ആളാണ്. എത്ര വർഷമായെന്നുള്ളത് നിങ്ങൾ 40 വർഷത്തിൽ കൂടുതലായി. ഓക്കെ, 45ഓളം വർഷമായിട്ട് ലോട്ടറി എടുക്കുക. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ ഓക്കെ, മാർച്ച് 20, 2026 മാർച്ച് 20 ഉള്ള ഭാഗ്യസമയം പറയാം ആദ്യം. ഓക്കെ, 20-ാം തീയതി, മാർച്ച് 20-ാം തീയതി രാവിലെ 4:57 AM മുതൽ രാവിലെ 5:45 AM വരെ ബ്രഹ്മമുഹൂർത്തമാണ്. നിങ്ങൾക്ക് രാവിലെ കിട്ടുന്നെങ്കിൽ സിറ്റികളിലൊക്കെ കിട്ടും, ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മാർച്ച് 20-ാം തീയതി തന്നെ അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 12:10 PM മുതൽ ഉച്ചയ്ക്ക് 12:58 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. മാർച്ച് 20-ാം തീയതി നല്ല സമയമാണ്. ഇതുകൂടാതെ എല്ലാ ദിവസവും രാവിലെ 11:11 ബെസ്റ്റ് ടൈമാണ്. അതായത് 111 4 ഒന്നുകൾ വരുന്ന ആ നമ്പരെന്ന് പറഞ്ഞാൽ 1111 എന്ന് പറഞ്ഞ ആ നമ്പർ ഒരു ഏഞ്ചൽ നമ്പറാണ്, ദൈവികമായ ഒരു നമ്പറാണ്. ഓക്കെ, ആ സമയത്ത് 11:11 ലോട്ടറി എടുക്കുന്നത് സാധ്യത കൂട്ടും. ഓക്കെ, പിന്നെ 20-ാം തീയതി വെള്ളിയാഴ്ചയാണ്. അന്നത്തെ ഈ ഭാഗ്യ നിറം പറയാം. ചുവപ്പ് അല്ലെങ്കിൽ വെള്ള, അല്ലെങ്കിൽ ഇളം ചുവപ്പ്, അതല്ലെങ്കിൽ ചുവപ്പ് ഡിസൈനുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാവുന്നതാണ്. ഇനി നമുക്ക് ഈ ദിവസം മാർച്ച് 20 ലോട്ടറി അടിക്കാൻ സാധ്യത ഉള്ള രാശികളെ കുറിച്ച് പറയാം. രാശികളെന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് മേടം രാശിയാണെന്ന് വിചാരിക്കാം. മേടം രാശി അല്ലെങ്കിലും മേടം ലഗ്നമായാൽ നിങ്ങൾക്ക് സാധ്യതയാണ്. ഓക്കെ, അപ്പോൾ രാശി മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, ലഗ്നവും കൂടി നോക്കണം. അത് നിങ്ങൾ അതിനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ടോ, ഗ്രഹനില അനുസരിച്ച് ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ടോ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ മഹാദശ, അന്തർദശ, പിന്നെ ഈ പറയുന്ന ചാരഫലം, അതായത് രാശിഫലം, അതായത് ദിനഫലം, അതനുസരിച്ച് നിങ്ങൾക്ക് സാധ്യതയുണ്ടോ. പക്ഷേ ഇതൊന്നും തന്നെ നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് ഇതെല്ലാം അനുകൂലമായിട്ട് വന്നാൽ മതി. ഇതെല്ലാം അനുകൂലമായിട്ട് വേണമെന്നില്ല, ചെറിയ ഏതെങ്കിലും 2-3 കോമ്പിനേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ലോട്ടറി എടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയുന്ന രാശിക്കാർ ഇതാണ്. തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് മാത്രമല്ല തുലാം ലഗ്നത്തിനും സാധ്യതയാണ്. ഓക്കെ, പിന്നെ ധനുരാശി, മൂലം, പൂരാട, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് മാത്രമല്ല ധനു ലഗ്നത്തിനും സാധ്യതയാണ്. പിന്നെ കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. ഓക്കെ, പിന്നെ മേടം രാശി,
അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടൻ രാശിക്കും മേടൻ ലഗ്നത്തിനും സാധ്യത. ഇനിയുണ്ട് 2 രാശികൾ. ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. പിന്നെ മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്കും മകര ലഗ്നത്തിനും സാധ്യതയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ ഇടവൻ രാശിക്കും മകരം രാശിക്കും രാശിഫലത്തിൽ ഈ രാഹു അനുകൂലമല്ല. രാഹു എന്ന് പറഞ്ഞാൽ സർപ്പം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗ്രഹം ഈ ലോട്ടറിയിൽ ഭാഗ്യം കൊണ്ടുവരുന്നത്. ലോട്ടറിയിൽ മാത്രമല്ല, ഷെയർ മാർക്കറ്റ്, എന്തിന് നമ്മുടെ റിയൽ എസ്റ്റേറ്റും പറഞ്ഞു വരുമ്പോൾ ഊഹക്കച്ചവടമാണ്. ഓക്കെ, ഭാഗ്യപരീക്ഷണമാണ്. അതുപോലെ തന്നെ ചിട്ടി. ഓക്കെ, പിന്നെ കുതിരപ്പന്തയമുണ്ട്. അങ്ങനെ നിരവധി പരിപാടികൾ, ചീട്ടുകളിയുണ്ട്. അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓക്കെ, എന്തായാലും ഔദ്യോഗികമായിട്ട് കേരള ഗവൺമെൻറ് ലോട്ടറി നടത്തുന്നതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഏതാണ്ട് 90% പേരും ലോട്ടറി എടുക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളികളിൽ 90% പേരും കടക്കണിയിലാണ്. ഓക്കെ, ഇന്നലെ ഞാൻ ലോട്ടറി എടുക്കുമ്പോൾ എനിക്ക് വളരെ പരിചയമുള്ള ഒരു അഡ്വക്കേറ്റും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി കാറിൽ വന്നു, വലിയ AC കാറിൽ വന്ന് ലോട്ടറി എടുക്കുന്നു. ഓക്കെ, പിന്നെ അപ്പോൾ ഭാഗ്യ സമയം പറഞ്ഞു, ഭാഗ്യ നിറം പറഞ്ഞു, ഭാഗ്യരാശികൾ പറഞ്ഞു. ഓക്കെ, ഭാഗ്യ നക്ഷത്രങ്ങളും പറഞ്ഞു. ഇനി നമുക്ക് ഭാഗ്യ നമ്പറുകൾ നോക്കാം. ഓക്കെ, 20/3/2026 അതിനു മുമ്പ് ഈ കോമ്പിനേഷൻ നമ്പറുകൾ പൊതുവായിട്ട് എപ്പോഴും ഞാൻ പറയുന്ന, ഇന്നസെൻ്റ് പറയുന്ന പോലെ പൊതുവായിട്ട് പറയുന്നതല്ല, മറിച്ച് എല്ലാ ദിവസവും അടിക്കുന്ന നമ്പറുകൾ, കോമ്പിനേഷൻ നമ്പറുകൾ. ഞാൻ പറഞ്ഞല്ലോ 5198 ഒരു ലക്കി നമ്പറാണ്. അതായത് ഈ 5 ഒരു ഒറ്റയ്ക്ക് കിടക്കുമ്പോഴും, 1 ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ, 9 ഒറ്റയ്ക്ക് കിടക്കുമ്പോഴും, 8 ഒറ്റയ്ക്ക് കിടക്കുമ്പോഴും ഭാഗ്യം കൂടുതൽ വരുന്നില്ല. ഇതിൻ്റെ കോമ്പിനേഷൻ, ഈ 5198ൻ്റെ കോമ്പിനേഷൻ ഭാഗ്യം കൊണ്ടുവരുന്നു. 5198ൻ്റെ 24 കോമ്പിനേഷൻ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കോമ്പിനേഷൻ 2 നേരത്തെ. അതെല്ലാ ദിവസവും അടിക്കുന്നുണ്ട്. അത് മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ 29 ദിവസവും 5198ൻ്റെ കളിയില്ല. ചിലതൊക്കെ 1 കോടിയും 2ാം സമ്മാനം 3ാം സമ്മാനം ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 5198 ഞാൻ എപ്പോഴും പറയുന്ന നമ്പറാണ്. അതിൻ്റെ 24 കോമ്പിനേഷൻ. പിന്നെ 5193, 1995, 1963, 3048, അല്ല 4038. ഓക്കെ, 4038 അതിൻ്റെ 24 കോമ്പിനേഷൻ. പിന്നെ 4792ൻ്റെ 24 കോമ്പിനേഷൻ. പിന്നെ 3444. ഓക്കെ, പിന്നെ നിരവധി നമ്പറുകളുണ്ട് അങ്ങനെ നമ്മൾ പൊതുവായിട്ട് എപ്പോഴും പറയുന്നത്. മാർച്ച് 20 ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഈ പ്രധാനമായിട്ട് പൊതുവായിട്ട് പറയുന്ന നമ്പറുകൾക്ക് പുറമേ 4 അക്ക സംഖ്യകൾ ഞാൻ പറയും. അതൊരു 4 നമ്പർ. ഇതിനകത്ത് ഈ പൊതുവായിട്ട് പറയുന്ന നമ്പറുകളിൽ 30, 29 ഞാൻ വിട്ടുപോയി. ഓക്കെ, 30, 29ൻ്റെയും 24 കോമ്പിനേഷനും ഏറ്റവും കൂടുതൽ സാധ്യത. എങ്കിലും 5198 ഞാൻ അടിവരയിട്ട് പറയുന്നു, ഡെഫിനറ്റായിട്ടും ഇതിൻ്റെ 24 കോമ്പിനേഷനിൽ ഒരെണ്ണമെങ്കിലും ഒരു സമ്മാനം അടിച്ചിരിക്കും ഒരു ദിവസം. ഓക്കെ, അപ്പോൾ ഈ മാർച്ച് 20 4 അക്ക സംഖ്യകൾ ഞാൻ പറയുന്നത് ഇതാണ്: 6235 അതിൻ്റെ 24 കോമ്പിനേഷൻ, 9035 അതിൻ്റെ 24 കോമ്പിനേഷൻ, 2609 അതിൻ്റെ 24 കോമ്പിനേഷൻ, 3520 അതിൻ്റെ 24 കോമ്പിനേഷൻ. ഈ അവസാനം പറഞ്ഞ 3520 എന്നുള്ള കോമ്പിനേഷൻ്റെ 2 കോമ്പിനേഷൻ ഞാൻ പറയാം.
30 25 32 50. ഇപ്പോൾ 24 പോകാം. അപ്പോൾ നാലംഗ സംഖ്യകൾ ഞാനിപ്പോൾ ഏതാണ്ട് 20ഓളം പറഞ്ഞു. അതിൻ്റെ 24 കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ 480 കോമ്പിനേഷൻ ആവുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ കിട്ടുമെങ്കിൽ എടുക്കുക. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ അടിച്ച് വെച്ചേക്കുന്നൊന്നുമില്ല, റെഡി ആയിട്ട് 5198 എടുത്ത് വെച്ചേക്കുന്നതൊന്നുമില്ല, എടുക്കുക. അത് മാത്രമല്ല, തിരിഞ്ഞു മറിഞ്ഞ് കിടക്കും. 5198 എന്നുള്ളത് ഡയറക്റ്റായിട്ട് കിടക്കത്തില്ല. ഇപ്പോൾ ഈ ഇന്നലെ 1 കോടി അടിച്ച നമ്പറിൽ 5193യുടെ കളിയാണ്, പക്ഷേ അതിനകത്ത് ചിതറിക്കിടക്കുകയാണ്. 6 നമ്പറാണുള്ളത്, അതിൽ 4 നമ്പർ ഈ 5193 തന്നെയാണ്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മറിഞ്ഞ് തിരിഞ്ഞു വരും. അപ്പോൾ 5198ൻ്റെയും 5198 ഈ പറഞ്ഞ കോമ്പിനേഷൻസിൻ്റെ പിന്നെ അത് കൂടാതെ വേറൊരു സംഭവമുണ്ട്. ഈ 6 നമ്പർ വരുന്നുണ്ടല്ലോ, ഈ 6 നമ്പരും കൂടി കൂട്ടി വരുന്ന ഒറ്റസംഖ്യ, മൂലസംഖ്യ, റൂട്ട് നമ്പർ, അതും ഇതാണ്. ഇപ്പോൾ ഇത് ഈ 1 കോടി അടിച്ചതിൻ്റെ റൂട്ട് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാം. ഈസിയാണ്, വളരെ എളുപ്പമാണ്. ഓക്കെ, 9 2 11, 11 5 16, 16 3 19, 19 1 20, 20 5 25. ഒന്നുകൂടെ നമുക്ക് കണക്ക് കൂട്ടാം. 5193 9 പോട്ടെ 7, 7 റൂട്ട് നമ്പർ വന്നേക്കുന്നത്. പക്ഷേ ഞാൻ അത് അന്നത്തെ ദിവസം ലക്കി നമ്പറായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, പക്ഷെ സംഭവം ഇതാണ്, ഈ റൂട്ട് നമ്പരും ഒക്കെ നോക്കിയെടുക്കാം. അപ്പോൾ 20-ാം തീയതി, മാർച്ച് 20-ാം തീയതി ഞാൻ പറയുന്ന ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ 6. അതെങ്ങനെ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 3 23, 23 2 25, 25 2 27, 27 6, 27 6 20, അപ്പോൾ 27 6 33 വരുന്നു ആ ഡേറ്റിൻ്റെ. അതായത് 20-3-2026 ടോട്ടൽ മൂലസംഖ്യ എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ അത് വെച്ചാണ് ഞാൻ പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ 20-3-2026 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ 6. ഇത് ഈ 6 ആദ്യം കിടക്കുകയാണെങ്കിൽ എടുക്കാം, ഏറ്റവും ഒടുവിൽ കിടക്കുകയാണെങ്കിൽ എടുക്കാം, ആദ്യം അവസാനം 6 കിടക്കുകയാണെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ ഇതിൻ്റെ റൂട്ട് നമ്പർ 6 വരികയാണെങ്കിൽ എടുക്കാം. വലിയ പ്രയാസമാണ്, ഈസി കളിയൊന്നുമല്ല ഇത്. ചെറിയ ലക്ഷങ്ങളുടെ കളിയൊന്നുമല്ല ഇത്. 50 രൂപയെ കൊടുക്കുന്നുള്ളൂ, പക്ഷേ കിട്ടിയാൽ 1 കോടി, അല്ലെങ്കിൽ ചിലപ്പോൾ 500 1000 ഒക്കെ കിട്ടിയെന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ടോയെന്ന് ഗ്രഹനില നോക്കി, മഹാദശ നോക്കി, അന്തർദശ നോക്കി, അതുപോലെ തന്നെ ഇപ്പോഴത്തെ രാശിഫലം നോക്കി, ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, കാര്യം ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ മറ്റൊരു ചാനലും തന്നെ ഈ ലോട്ടറിയുടെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നില്ല. ഓക്കെ, ഇപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല വ്യൂവേഴ്സ് ഉണ്ട്. ഏതാണ്ട് 3000-ത്തിലധികം പേര് ഒരു ദിവസം നമുക്ക് വ്യൂസ് തരുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും പലർക്കും, ഒരുപാട് പേർക്ക്, നിരവധി പേർക്ക് കഥ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പം തന്നെ 20 മിനിറ്റായി. സംഭവം ഈ പറഞ്ഞ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആൾക്കാർ കാണില്ല. 19 മിനിറ്റ് അത് സ്കിപ്പ് ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിർത്താൻ ആകെ ഒരു 4 മിനിറ്റ് മാക്സിമം മതി. ഓക്കെ, പക്ഷേ അത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്നതിനൊക്കെ ഇതുപോലുള്ള റിസൾട്ടുകൾ വരുന്നുണ്ട് എന്നുള്ളതും നാട്ടുകാർ അറിയണം. അത് മാത്രമല്ല, ഈ ഭാഗ്യ നമ്പറുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ പറയാൻ എല്ലാ ദിവസവും പറ്റത്തില്ല. ചില ദിവസം
നല്ല മോഡലാണെങ്കിൽ നമ്മൾ പറയും. പിന്നെ 1 കോടി ഇന്നലെ അടിച്ചു, ശരി, ഞാൻ പറഞ്ഞ നമ്പറിന് അടിച്ചു. അത് മാത്രമല്ല, മാസത്തിൽ 30 ദിവസത്തിൽ ഏറ്റവും കുറഞ്ഞ 15 ദിവസമെങ്കിലും 1, 2, 3 സമ്മാനങ്ങൾ ഞാൻ പറയുന്ന ഈ കോമ്പിനേഷൻ നമ്പറുകളുടെ കോമ്പിനേഷൻസാണ് വരുന്നത്. ഇതൊക്കെ പറയാൻ ഇപ്പോൾ 20 മിനിറ്റായി. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും പറയാത്തത്. കഴിവതും ഞാൻ ചുരുക്കി അവതരിപ്പിക്കാം. പക്ഷെ സംഭവം ഇതാണ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് മാത്രമല്ല, നിരവധി കാര്യങ്ങൾ പറയണം. പിന്നെ ഏത് പൂജ ചെയ്യണം, ഏത് ദൈവത്തിനെ ആരാധിക്കണം, അങ്ങനെയൊക്കെ ഏത് മന്ത്രം ചൊല്ലണം, മറ്റ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ അനുഷ്ഠാനങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടെ എനിക്ക് എല്ലാ ദിവസവും ആവർത്തിക്കാൻ പറ്റത്തില്ല. വീഡിയോകളൊക്കെ അപ്പോൾ നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടുക. നമുക്ക് ഈ പറഞ്ഞ നമുക്ക് ജാതകമൊക്കെ നോക്കി നിങ്ങളുടെ ഭാഗ്യ നമ്പറുകൾ, ഭാഗ്യ നക്ഷത്രങ്ങൾ, ഭാഗ്യ ഡേറ്റുകൾ ഇതെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഓക്കെ. തൽക്കാലം എല്ലാവർക്കും, വെളിച്ചച്ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും ഒരു ചെറിയ സമ്മാനമെങ്കിലും അടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെളിച്ചച്ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.